ഹലോ, നേരത്തെ ഇങ്ങനെ നോക്കി ചിരിക്കുക മാത്രമല്ല ഈ പ്ലേറ്റ് മൊത്തം കാലിയാക്കും കൂടിയും ചെയ്ത ഈ ഒരു റെസിപ്പി എന്താ നോക്കിയാലോ. അപ്പം ഇതിനാദ്യം വേണ്ടത് പംകിൻ ആണ് കേട്ടോ, മത്തൻ. അപ്പോൾ അതൊക്കെ കുരുവൊക്കെ കളഞ്ഞ് നല്ലോണം വാഷ് ചെയ്ത് നമുക്ക് ചെറിയ ചെറിയ പീസാക്കി എടുക്കാം. എന്നിട്ട് ഇത് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മളൊരു അയൺ തവ എടുത്തിട്ടുണ്ട്. പിന്നെ ഗീയോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് കറി ലീവ്സ് ഇടുക. ദെൻ ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ ഒണിയനോ ഇതുപോലെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് അതൊന്ന് നല്ല ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി കുറച്ച് ഉപ്പിടുക ഇപ്പോഴാണ് ഒരു വയസ്സ് കഴിഞ്ഞാൽ മാത്രം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഇത്രയും മതി. ഇതൊന്ന് നല്ലോണം ഇളക്കി സെറ്റായതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പംകിൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കുറേ നേരം വേവിക്കൊന്നും വേണ്ട, കാരണം ഓൾറെഡി കുക്ക് ചെയ്ത പംകിനാണല്ലോ. പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 സ്പൂൺ തേങ്ങാപ്പാൽ ഞാൻ അരച്ചത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് ഇത്തിരി നേരം ഒന്ന് വേവിക്കുക. അതൊക്കെ ഒന്ന് തിളച്ച് വരണമല്ലോ. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു റെസിപ്പി. എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടാവും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. ഡെലിവറിയൊക്കെ ആയിട്ട് ഞാൻ നല്ല രീതിയിൽ വെയിറ്റ് ഗെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതാണ് എൻ്റെ കോലം. ഒരു 15 കിലോ ഞാൻ കുറച്ചിട്ടുണ്ട്. അതെങ്ങനെയെന്ന് അറിയണ്ടേ? ഡാൻസ് വർക്കൗട്ടാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഓൺലൈനായിട്ട് ഡാൻസ് വർക്കൗട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പങ്കെടുക്കണമെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. വെറും 499 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വേഗം മെസ്സേജ് അയയ്ക്കുക.